ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിലേക്കാണ് നമ്മളിന്ന് പോണത്. അതായത് ബോച്ചെ 1000 ഏക്കറിൽ 1000 റൈഡേഴ്സ്, ഇന്ത്യയിൽ മൊത്തം 1000 റൈഡേഴ്സിന് കൂട്ടിയിട്ട് ഒരു വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട് വയനാട്ടിൽ. ബോച്ചയുടെ 1000 ഏക്കറിലാണ് നടക്കുന്നത്. അത് വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്കാണ് ആ റൈഡ്, വേൾഡ് റെക്കോർഡിൻ്റെ റൈഡ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതിൽ കുറേ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. Are you ready? Yeah! Okay, so let's start one by one. സംരംഭത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഫസ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ നമ്മളങ്ങനെ യാത്ര തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ പോകുന്നത്. തൃശ്ശൂർ മുണ്ടത്തിയോട് വഴിക്കാണ് പോകുന്നത്. മുണ്ടത്തിയോട് പള്ളിയാണ് കാണുന്നത്. മുണ്ടത്തിയോട് നേരെ പട്ടാമ്പി, പെരിന്തൽമണ്ണ വഴി വയനാട്, താമരശ്ശേരി ചുരം വഴി കയറി പോകാനാണ് പ്ലാൻ. അവിടെ 10 മണിക്ക് നമുക്ക് അവിടെ എത്തണം. അവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം എത്തിയിട്ട് അതിന് ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വയനാടായി. മേപ്പാടിക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട് മേപ്പാടിയിലെത്തി. മേപ്പാടിയിലാണ് 1000 ഏക്കർ സ്ഥിതി ചെയ്യുന്ന ബോച്ചയുടെ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തങ്ങൾ, അതായത് ആ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിൽ നിന്നൊക്കെ ആ ജനങ്ങൾ അതിജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടൂറിസം കൂടി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം ഇവിടെ വെച്ചേക്കുന്നത് ബോച്ചെ. അപ്പോൾ അങ്ങനെ ബോച്ചെ 1000 ഏക്കറിലെത്തി. നമ്മൾ ഇവിടെ നിന്നാണ് റൈഡ്, വേൾഡ് റെക്കോർഡിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റൈഡേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗിലാണ് നമ്മൾ വേൾഡ് റെക്കോർഡിന് ഇവിടുന്ന് കർണാടകയിലേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ദൈവമേ, എന്തോരം വണ്ടികളാണെന്ന് അറിയാം. 1000 ബൈക്കേഴ്സും റൈഡേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേസ്, അത്രയധികം ബൈക്കും റൈഡേഴ്സും. എന്തായാലും ഈ വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിൽ എനിക്കും കൂടി പങ്കാളിയാവാൻ പറ്റിയത് എന്തായാലും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ബോച്ചയിൽ ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റാണത്. ഇതിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ബോച്ചെ 1000 ഏക്കറിൽ 1000 റൈഡേഴ്സിന് സ്റ്റേ ചെയ്യാനുള്ള ടെൻറ്റ് ക്യാമ്പാണിത്. 2000 പേരോളം മേലെ ഇവിടെ സ്റ്റേ ഉണ്ടാവുന്നു. ഇവിടെയാണ് പരിപാടി കാര്യങ്ങളൊക്കെ കൂടി നടക്കുക. DJ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് വഴി കാണാം. ഓക്കെ, സംരംഭത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഫസ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഔപചാരികമായി തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. സോ റൈഡേഴ്സ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഫ്ലാഗ് ഓഫ് സെറിമണി. അപ്പോൾ അങ്ങനെ ബോച്ച എത്തി. മൂപ്പര് വന്നൊരു വണ്ടി, ഒരു അട്ടാറോ ഓഫ് റോഡ് സാധനത്തിലാണ് വന്നേക്കണത്. എന്തോ ഒരു പരിപാടി ഇതുകൊണ്ട് കാണിക്കാനുള്ള പരിപാടി തോന്നുന്നു മൂപ്പര്. അത്രയധികം ആൾക്കാർ ഇത് വെയിറ്റിംഗ് ആണ് മൂപ്പര് ഒരു റൈഡ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിലേക്കും നമ്മുടെ മൈൻഡ്, ബോഡി, ആക്യുറസി, നമ്മുടെ ജോലി, ബിസിനസ് എന്തു തന്നെ ചെയ്യുമ്പോഴും ഈ ആക്ഷൻ ലീഡ്സ് ടു. Are you ready? Yeah! Okay, so let's start one by one. ഗൈസ്, ഒരു രക്ഷയിലായിട്ട് ഇതിൻ്റെ പവർ കണ്ടം പൂട്ടിയ പോലെയൊക്കെ ഈ ബോച്ച ഈ വണ്ടിയും കൊണ്ട് റൈസ് ചെയ്തിട്ട്, എൻ്റെ പൊന്നു. പിന്നെ ഇവിടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫാണ് ബോച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നൈറ്റ് DJ പാർട്ടിൻ്റെ DJ സേവൻ്റെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗിലാണ് ഇവിടുന്ന് വേൾഡ് റെക്കോർഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക.
സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട് മേപ്പാടിയിലാണ് പോകുന്നത്. ഗുണ്ടൽപേട്ട് വരുമ്പോഴാണ് കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്കുള്ള റൈഡാണിത്. കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്കുള്ള റൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാട് ബോച്ചെ 1000 റൈഡേഴ്സ് ആയിട്ടുള്ള ഒരു വേൾഡ് റെക്കോർഡിലേക്കുള്ള ഇത് പോക്കാണ് റൈഡാണിത്. കർണാടക ഗുണ്ടൽപേട്ടിലാണ് ഇത് അവസാനിക്കുന്നത്. വയനാട് മേപ്പാടിയിലാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യമൊക്കെ എന്താണെങ്കിലും ഇങ്ങനെ ഒരു വരിവരിയായിട്ട് ഇങ്ങനെ 1000 റൈഡേഴ്സ് ഇങ്ങനെ പോണ് കാണാൻ തന്നെ, ബൈക്കുകൾ വരിയായിട്ട് പോണ് കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഇത് എന്തൊരു സംഭവം നോക്കിയിട്ട്. അത്രയും മനോഹരമായിട്ടാണ് വരിവരിയായിട്ട് 1000 ബൈക്കേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നത്. കർണാടക ബോർഡറിലേക്ക് എത്തി. ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ്. റൈഡേഴ്സിൻ്റെ ഒരു വേൾഡ് റെക്കോർഡായിരുന്നു അത്. ആ റൈഡ് അവസാനിച്ചു കർണാടകയിലെ ഗുണ്ടൽപേട്ടിലാണ് അത് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ബോച്ചയുടെ 1000 ഏക്കറിൽ നിന്നാണ് വയനാട്ടിൽ നിന്നാണ് റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റെക്കോർഡ് എല്ലാം ഓക്കെ. വേൾഡ് റെക്കോർഡിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ നമുക്കത് മേടിക്കാനും സാധിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.